ആ അച്ഛാ, അതെ, അപ്പൊ നമുക്ക് വായ്പ ശരിയായല്ലോ. പക്ഷെ പൈസ കിട്ടിയില്ല. ഒരാഴ്ച കൂടെ എടുക്കുന്ന പറയുന്നത്. കുറച്ചും കൂടെ പ്രൊസീജിയർ ബാക്കിയുണ്ടേ. അല്ല, 20 ലക്ഷമൊക്കെ വായ്പ എടുക്കുമ്പേ നല്ലൊരു പൈസ തിരിച്ചടവ് വരികയല്ലേ? മാസം കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയോളം വായ്പയുടെ തിരിച്ചടവായിട്ട് പോകും. പിന്നെ LD ക്ലർക്കായിട്ട് ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വലിയ ശമ്പളമൊന്നുമില്ല. കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം മെച്ചപ്പെടും. അല്ല, അതൊരു പ്രശ്നമാകല്ലേ മോനെ? അങ്ങനെ ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. അപ്പം എന്ത് ചെയ്യൂ? ഈ വാടക വീട്ടിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? അച്ഛനറിയാലോ, ചെറുപ്പം മുതലേ ഞാൻ ഈ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോഴെങ്കിലും സ്വന്തമായ ഒരു വീടുണ്ടാക്കി താമസിച്ചൂടെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. മാത്രമല്ല, കല്യാണം കഴിച്ച അനീഷനും കുട്ടി എങ്ങനെ ഈ വാടക വീട്ടിലേക്ക് വരും? സ്വന്തമായ ഒരു വീട്ടിലേക്ക് വരുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. എന്തു പറയുന്നത്? അതൊരു സത്യമാണ്. ശരി, എത്രയും പെട്ടെന്ന് നീ വീടിന്റെ പണി തുടങ്ങാൻ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ കോൺട്രാക്ടറെ കാണാൻ പോവാ. ഇന്നുമ്പൊക്കെ ജോലി കിട്ടിയ വകയിൽ അഡീഷണോട് ചെലവ് വാങ്ങണോ? എടാ, നിന്റെ കൂട്ടുകാരല്ലേ വരുന്നത്? ഹലോ, എന്തൊക്കെയുണ്ട് ഭായി? എന്താണ് കാണുന്നല്ലേ? അല്ല അനീഷ് ഭായി, സർക്കാർ ജോലി കിട്ടിയ ശേഷം തീരെ കിട്ടില്ലല്ലോ. അതെ അതെ അതെ, ഒന്നും പറയണ്ട എന്റെ അജിയേട്ടാ. ഇപ്പൊ ജോലി കിട്ടിയ ഓഫീസിലുണ്ടല്ലോ, എന്താ തിരക്കെന്നറിയോ? വൈകുന്നേരം 6 മണിയായാലും ഫ്രീ ആവുന്നില്ല. ഞാൻ ഇവിടെ രാത്രി എത്തും. അതിനുശേഷം എന്താ, വീടിന്റെ ലോണിന് വേണ്ടിയുള്ള ഓട്ടാണ്. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണ്ടേ? അപ്പൊ നമ്മുടെ വാടക വീട്ടിലല്ലേ താമസിക്കും. എന്നിട്ട് നിന്റെ ലോൺ ശരിയായോ? പിന്നെ ലോൺ ശരി, 20 ലക്ഷം കിട്ടി. പക്ഷെ ക്യാഷ് ഒരാഴ്ചക്ക് ശേഷം കിട്ടും. പിന്നെ നമ്മൾ 8 ലക്ഷത്തിനെ അർഹിക്കുന്നുള്ളൂ. എങ്ങനെയൊക്കെയോ ആ മാനേജറുടെ കൈയും കാലൊക്കെ പിടിച്ച് 20 ലക്ഷം ആക്കിയതാ. ഞാനിപ്പോ ജോലിക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ. ഹലോ മാഡം, ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് സർവീസിൽ ജോലിയുള്ളവനാ. ഇപ്പൊ അവന്റെ കയ്യിൽ 20 ലക്ഷം രൂപയുണ്ട്. പൊളിച്ചില്ലേ? സർക്കാർ സർവീസിന് കയറി 1 മാസം കൊണ്ട് വായ്പ ശരിയാക്കിന്ന് കേട്ടോ. അതും 20 ലക്ഷം. മിടുക്കൻ. പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സാലറി സർട്ടിഫിക്കറ്റിന് നല്ല വിലയാ. മുമ്പ് ഈ കാര്യം ആളുകൾ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. പക്ഷേ അത് വെച്ച് ഏത് സ്ഥാപനത്തിൽ പോയാലും വായ്പ കിട്ടും. ഗുഡ്. അനീഷേട്ടന് ജോലി കിട്ടിയതോടുകൂടി അച്ഛൻ എന്റെ കല്യാണം നടത്താൻ തിടുക്കം കൂട്ടുന്നു. പക്ഷേ നിലവിൽ ഞങ്ങൾ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്. ഒരു വാടക വീട്ടിലേക്ക് നിന്നെ എങ്ങനെ കൊണ്ടുപോകും? സ്വന്തമായ ഒരു വീടുണ്ടാക്കിയതിന് ശേഷം നമ്മൾ വിവാഹം കഴിക്കുന്നു. അതല്ലേ നല്ലത്? അല്ല, എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതേതായാലും നന്നായി. പിന്നെ സ്വന്തമായി പറമ്പുണ്ടല്ലോ അല്ലേ? അത് ആലോചിക്കുമ്പോ മാത്രമാണ് ഒരു ആശ്വാസം. നിനക്കറിയാലോ, മുമ്പ് പാരൽ കോളേജ് പഠിപ്പിച്ചിരുന്ന സമയത്ത് കിട്ടിയ പൈസക്ക് ഒരു പറമ്പെടുത്ത് വെച്ചിരുന്നു. ഇനിയിപ്പോ അതിലൊരു വീട് ഉണ്ടാക്കണം. എന്തായാലും ഉടനെ പണി തുടങ്ങും. ശരി, ഈ സ്ഥലത്തൊരു വീടുണ്ടാക്കാൻ എത്ര കാലം വേണം? ഒരു 3 മാസമൊക്കെ എടുക്കുന്ന കോൺട്രാക്ടർ പറയുന്നത്. ഗുഡ്. എങ്കിൽ എത്രയും വേഗം നമ്മൾ വീട് പണിയുന്നു, വിവാഹം കഴിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. അത് ഉറപ്പല്ലേ? അത് ശരി, ഈ പറമ്പല്ല വേറെ ലെവലായല്ലോ. ഇങ്ങനെ ചെയ്തു വെച്ചോണ്ട് ലോറി എളുപ്പത്തിൽ കയറും അല്ലേ? ഇനിയിപ്പോ മഴക്കാലം വന്നാലോ ലോറി കയറാൻ ഒരു പ്രയാസമില്ല. അല്ലെങ്കിൽ ടയർ ഇങ്ങനെ തിരിയില്ലേ? കോറി വേസ്റ്റൊക്കെ ഞങ്ങൾ സ്ഥലം നന്നായി ഉറപ്പിച്ചതാ. നീ എന്നെ ഈ സ്ഥലം ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പറമ്പിൽ 5-6 തെങ്ങെല്ലാം വെട്ടി മണ്ണൊക്കെ ഇട്ട് ഒരു കോളത്തിലാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇപ്പൊ ഈ പറമ്പ് കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. പിന്നെ ഇതുവരെ ചെലവാക്കിയ പൈസയൊക്കെ ഞാൻ ഉടനെ തരാട്ടോ. അതിനിപ്പോ ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. വായ്പ ശരിയായിട്ടുണ്ട്, പക്ഷെ ക്യാഷ് കയ്യിലേക്ക് വരുന്നേ ഉള്ളൂ. അതൊന്നും പ്രശ്നമാക്കണ്ട അനീഷേ, പണമുള്ള സമയത്ത് നീ തന്നാ മതി. ഓക്കെ. അല്ല, 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും അടുക്കളയും ഹോളൊക്കെ ഉള്ള ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീട് ഒരു 20 ലക്ഷത്തിനൊക്കെ തീരൂലേ? 20 ലക്ഷത്തിന് തീരൂല. എന്നാലും നമ്മൾ തമ്മിൽ അടുപ്പം വെച്ചിട്ട് ഞാൻ 20 ലക്ഷത്തിന് ചെയ്തു തരാം. ഞാൻ എന്റെ കമ്മീഷൻ ഒഴിവാക്കിട്ടോ. വളരെ നന്ദി. താങ്ക്സ് എടാ. വീടിന്റെ പണിയൊക്കെ പെട്ടെന്ന് തുടങ്ങിക്കോ. നിങ്ങൾ പത്രം വായിക്കല്ലേ? സിമെന്റും കമ്പിയൊക്കെ എമ്മാരി വിലക്കറ്റ. ഒരു മാസം കഴിഞ്ഞാൽ പിടിച്ചാ കിട്ടൂല. അത് ശരിയാ.
പിന്നെ തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സിമെന്റിന്റെ വില കൂടും. അതാണ് നാട്ടു നടപ്പ്. ശരിയാ, ഉടനെ തുടങ്ങും. ഇതൊരു സുവർണാവസരമാണ് സാർ, ഇത് പാഴാക്കരുത്. തീർച്ചയായും സാർ അത് നഷ്ടപ്പെടുത്തരുത്. യെസ്, സാർ 1,00,000 രൂപ നിക്ഷേപിച്ചാൽ മാസം തോറും 16,000 രൂപ സാറിന് കിട്ടും. എന്തൊരു ലാഭാണ്, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ 20 ലക്ഷമൊക്കെ നിക്ഷേപിച്ചാലോ 3,20,000 സാറിന് കിട്ടും. നല്ല അതെ, അതെ. ഓഫറല്ലേ? 20 ലക്ഷം ഇട്ടാം പലിശയായിട്ട് മാസം തോറും 3,20,000. 16% അതെ. മാസം തോറും. അതെ അതെ, വർഷമല്ല. വർഷത്തിനല്ല. അതായത് 6 മാസം കൊണ്ട് സാർ നിശ്ചയിച്ച പണം ഇരട്ടിയായിട്ട് റിട്ടേൺ ആവും. UC കമ്പനി 3 ലക്ഷം കോടി ആസ്തിയുള്ള കമ്പനിയാ. ഇത്രയും ഇൻകം ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? പക്ഷേ ഈ കമ്പനിയൊക്കെ വിശ്വസിക്കാവോ? പിന്നെ UC ഇന്റർനാഷണൽ കമ്പനിയൊക്കെ ലോകം മുഴുവൻ അറിയപ്പെടുന്നതല്ലേ. ആണോ? ഇവർക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. മനസ്സിലായില്ലേ? ഓക്കെ. അല്ല, എന്റെ ഒരു സംശയമാണ്, ഈ കമ്പനിക്ക് എങ്ങനെ ഇത്രയും റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നേ? UC കമ്പനി എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്റർനാഷണൽ കമ്പനി എന്നാണ്. ഓ. അത് വേൾഡ് വൈഡ് ആണ്. ശരി. ഇവർ വലിയ വലിയ കമ്പനികളിലാണ് ഷെയർ നിക്ഷേപിക്കുന്നത്. ഓ, അങ്ങനെ. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ലാഭം കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ സാറിന്റെ പണം ആദ്യം UC കമ്പനിയിൽ നിക്ഷേപിക്കുക. എന്താ? 6 മാസം കൊണ്ട് പണം ഇരട്ടിയാകും. അതിനുശേഷം വീട് പണി നടത്താം. അതല്ലേ ബുദ്ധി. അതെ സാറേ, ഈ വിഷയത്തിൽ ഇനി ഒരു ആലോചന വേണ്ട. നിങ്ങളുള്ള സ്നേഹം കൊണ്ടാട്ടോ ഇത് പറയുന്നത്. അതെ. ഓക്കെ, ഞാനും ചിന്തിച്ചിട്ട് പറയാം. UC കമ്പനി മറക്കരുത് സാർ. വീണ്ടും കാണാം. ഓക്കെ, അപ്പോ ഞങ്ങളെ നിരാശരാക്കരുത്. ശരി എന്നാല്. ഓക്കെ മേഡം. എടാ അനീഷേ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ഇതിലെന്തോ ഒരു ഉടായിപ്പുണ്ട്. അവർക്ക് ഇത്രയും ലാഭം എങ്ങനെ കൊടുക്കാൻ പറ്റൂ? നീ ഇമ്മാതിരി കാര്യങ്ങളിലൊന്നേ തല വെച്ച് കൊടുക്കണ്ട. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മാസം 16% വെച്ചാണ് അവർ കൊടുക്കുന്നത്. 20 ലക്ഷത്തിന് മാസം തോറും 3,20,000 കിട്ടുന്നത്. ഇത് ഭയങ്കര ലാഭമല്ലേ? ഞാൻ ആലോചിക്കുന്ന 6 മാസം കൊണ്ട് തന്നെ മുതൽ പലിശയായിട്ട് കിട്ടുമല്ലേ? പിന്നെ ഈ UC കമ്പനിയെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതാണ് ഞാൻ പറയുന്നത്. വെറും പറ്റിക്കലാക്കി ഇതൊക്കെ. ഞാൻ നിന്നോട് പറഞ്ഞത് മറക്കണ്ട. അച്ഛൻ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക. ഇവനൊക്കെ എത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇതൊരു തരികിട കമ്പനിയാണെന്നുള്ള മനസ്സിലാക്കാൻ ഇവന് കഴിഞ്ഞില്ലല്ലോ. അതെ, ഞാൻ നമ്മുടെ ഭാവിയിലെ കല്യാണക്കത്തെ DTPയിലെടുത്തേ. അനീഷ വെഡ്സ് അനീഷ്. അടിപൊളിയല്ലേ? നമ്മുടെ രണ്ടാളുടെ ഫോട്ടോ ഒക്കെ ഇട്ട് കിടുക. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. നിങ്ങളത് നോക്കുക പോലും ചെയ്തല്ലോ. ഇപ്പൊ ജോലി കിട്ടിയ ഓഫീസിലുണ്ടല്ലോ, എന്താ തിരക്കെന്നറിയോ? അല്ലെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം എന്നെ വലിയ മൈൻഡ് ഒന്നും ഇല്ലല്ലോ. എന്താ വേറെ വല്ല പെണ്ണുങ്ങൾ കയറി കൂടിയോ? ശരി, എങ്കിൽ നാളെ പാർക്കിൽ കാണാം. ബൈ. ഓക്കെ. എടാ, നീ അറിഞ്ഞോ, കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ UC ഇന്റർനാഷണൽ കമ്പനി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി. ലോകം മുഴുവൻ 10,000 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടാക്കി. കേരളത്തിൽ മാത്രം 2,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. ഗുഡ്. ഈ സാമ്പത്തിക വർഷം നമുക്ക് ആ റെക്കോർഡ് തകർക്കണം. അത് നിങ്ങളൊക്കെ ശ്രമിച്ചാൽ കിട്ടും. അല്ല, ഈ മാസം പുതിയ ബിസിനസ് വല്ലതും നടന്നോ? പുതിയ ഓഫറൊക്കെ ഉണ്ട്. ഞാൻ കഴിയുന്നതും ഈ ലോട്ടറി അടിച്ച ആള്, സ്ഥലം വിറ്റ ആള്, ഇപ്പൊ പെൻഷനായ ആളുകൾ, ഇവരെയൊക്കെയാണ് ഞാൻ നോക്കുന്നേ. വെരി ഗുഡ്. അതായത് പണം കയ്യിലുള്ളവരെ മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ദരിദ്രവാസികളെ നോക്കണ്ട. അതെ. അല്ല സാറേ, കഴിഞ്ഞ മാസത്തെ കമ്മീഷനൊന്നും വന്നില്ല. ഇതുവരെയൊക്കെ കമ്മീഷൻ കറക്റ്റായി വരാറുണ്ടായിരുന്നു. ഞാൻ 50 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിച്ചതാണേ. അതായത് അതിന്റെ 30% 15 ലക്ഷം രൂപ എനിക്ക് കമ്മീഷനായി കിട്ടണ്ടേ? ഇതുവരെ വന്നില്ല. ഉറപ്പായും കഴിഞ്ഞ മാസം വരെ നിനക്ക് കൃത്യമായിട്ട് പണം വന്നതല്ലേ? നമ്മൾ ചെയ്യുന്നതിന്റെ 30% ഓരോ മാസവും 10-ാം തീയതിക്കുള്ളിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. ഓക്കെ, ധൈര്യമായിരിക്കും. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മാസം 16% കിട്ടുന്നു കേട്ടപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. UC ഇന്റർനാഷണൽ കമ്പനിയിൽ ആ 20 ലക്ഷം ഇടാൻ തീരുമാനിച്ചു. UC ഇന്റർനാഷണൽ കമ്പനിയോ? ഇങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. അത് ലോകം മുഴുവൻ വളരെ ഫേമസ് ആയ ഒരു കമ്പനിയാ.
നോക്ക്, വെറുതെ 20 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കണ്ട, മൊത്തം നഷ്ടപ്പെടും. ഇവളെ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക? മുമ്പ് ഇതുപോലുള്ള കമ്പനികളെ കൊണ്ട് പൈസ ഇട്ട് കുറെ പേര് നശിച്ചു പോയിട്ടുള്ളതാ. നോ, അതൊരു സ്റ്റാൻഡേർഡ് കമ്പനിയാണ്. നീ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. ആ കമ്പനിയെക്കുറിച്ച് കൃത്യമായി പഠിച്ചു. വെറും 6 മാസം കൊണ്ട് പണം ഇരട്ടിയാവും. UC കമ്പനി വേറെ ലെവലാ. ഇത് ഭയങ്കര ലാഭമാണ്. പിന്നെ ലാഭമല്ല, കോപ്പാണ്. അയ്യോ. നോക്ക്, ഒടുവിൽ നിങ്ങൾക്ക് മുഴുവൻ പണവും നഷ്ടപ്പെടും. ഒരു UC കമ്പനി. എനിക്ക് തോന്നുന്നു ഒരു ഉടായ്പ കമ്പനിയാണെന്ന്. മാത്രല്ല, നിങ്ങൾ ഇനി വീട് പണി ഇപ്പൊ തുടങ്ങും. വീട് പണി ഒരു 6 മാസത്തേക്ക് ഞാൻ നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് ഈ 20 ലക്ഷം 40 ലക്ഷം ആവും. ഇത് ഭയങ്കര ലാഭമാണ്, ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മുടെ വിവാഹം അത് ഒരു കൊല്ലത്തേക്ക് അങ്ങ് നീട്ടിയാലോ? നീ ഒന്ന് അഡ്ജസ്റ്റ്. കഷ്ടം. അപ്പൊ നിങ്ങൾ ഈ ഉടായ്പ കമ്പനി പണം നിക്ഷേപിക്കാൻ തീരുമാനിച്ചോ? അത് മാക്സിമം. ഈ തീരുമാനത്തിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും, നോക്കിക്കോ. ഇത് കാര്യം നിനക്ക് ആ കമ്പനിയെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാ. ഓ പിന്നെ ഞാൻ അതിന്റെ പ്ലാനൊക്കെ പറഞ്ഞുതരാം. ഗവൺമെന്റ് സ്ഥാപനത്തിലല്ലാതെ പ്രൈവറ്റ് സ്ഥാപനത്തിലൊന്നും ഇന്നേ വരെ ഞാൻ പൈസ നിക്ഷേപിച്ചിട്ടില്ല. അല്ല, നിങ്ങൾക്ക് ഈ UC കമ്പനി നിക്ഷേപിച്ചിട്ട് എല്ലാ മാസവും കൃത്യമായി പലിശ കിട്ടുന്നു എന്ന് പറയുന്നത് സത്യമാണോ? പിന്നെ ഞാൻ 3 വർഷം മുമ്പേ 1 ലക്ഷം രൂപ UC കമ്പനിയിൽ നിക്ഷേപിച്ചതാ. കൃത്യമായി 16,000 രൂപ വെച്ച് പലിശ എല്ലാ മാസവും കിട്ടുന്നതാ. അടുത്ത മാസം ഞാൻ 2 ലക്ഷം ഇടാൻ പോകുന്നതാ. പക്ഷേ കമ്പനി നഷ്ടത്തിലാവുമോ? ഈ കമ്പനി ഒരിക്കലും നഷ്ടത്തിലായിരിക്കൂല. നല്ല ലാഭത്തിലോടുന്ന കമ്പനിയാടാ. അല്ല, ഈ 3 വർഷമായി നിങ്ങൾ ഇങ്ങനെ നിക്ഷേപിച്ച കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല അല്ല അത് ഞാൻ വിട്ടുപോയതാടാ. അല്ല, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് കേട്ടിട്ടില്ല. അല്ല, സംഭവം നല്ല കമ്പനിയാടാ. ഇത്രയും പലിശ കിട്ടുന്നുണ്ടല്ലേ? പിന്നെ എനിക്കറിയാവുന്ന എത്രയോളം നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വീടിനായി എടുത്ത വായ്പയാണ് ഈ കമ്പനിയിൽ മൊത്തമായി നിക്ഷേപിക്കുന്നത്. 20 ലക്ഷം രൂപ. അത് റിസ്ക് ആവുമോ? ഏയ്, ഒരു റിസ്കൂല്ലടാ. നീ ധൈര്യത്തിൽ നിക്ഷേപിച്ചോ. ഞാൻ ഗ്യാരണ്ടി. കേരളത്തിൽ എത്രയോ ശാഖയുണ്ടടാ അവർക്ക്. ഉറപ്പാണോ? ഹായ് അനീഷ്, ആ, എന്തായി തീരുമാനം? അത് ഞാൻ ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടോ. അച്ഛനും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അനീഷ. അവരെല്ലാം ശക്തമായി ഇതിനെ എതിർക്കുന്നു. എനിക്ക് ആകെ കൺഫ്യൂഷനാവുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കമ്പനിയെ കുറിച്ച് അവർക്ക് യാതൊരു വിവരവും ഇല്ല. അതാണ് അവരുടെ പ്രശ്നം. 6 മാസം കൊണ്ട് പണം ഇരട്ടിയാവുമ്പോൾ അവര് വിശ്വസിച്ചോളും. നല്ല കമ്പനിയാ. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പൈസ ഇടാല്ലേ? ഒന്നും നോക്കാനില്ല. ധൈര്യത്തിലിട്ടോ. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് ഞാൻ ഇതിൽ നിക്ഷേപിക്കുന്നത്. നാളെ തന്നെ കേട്ടോ. എന്നാലും 20 ലക്ഷം രൂപ നീ ആ കമ്പനി നിക്ഷേപിച്ചു അല്ലേ? ഓ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കുഴപ്പമില്ല. നല്ലൊരു ഇന്റർനാഷണൽ കമ്പനിയാ. നിന്റെ അച്ഛൻ്റെ വാക്കിനൊന്നും നീ ഒരു വിലയും കൊടുത്തില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ എന്നോട് വന്ന് പറയരുത്, മനസ്സിലായോ? മേഡം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വളരെ കഷ്ടപ്പെട്ട അനീഷ് എന്ന പയ്യനെ പരിചയപ്പെടുത്തി തന്നത്. ആളെ പിടിച്ചു തന്നാ കമ്മീഷൻ തരാമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ? എന്നിട്ടെന്താ ഇതുവരെ ഒന്നും തരാത്തേ? അയാളുടെ കയ്യിൽ നിന്ന് 20 ലക്ഷം രൂപ നിങ്ങളുടെ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കമ്മീഷനും കിട്ടിയിട്ടുണ്ട്. അതെ, അതിന് അതിനെ നിങ്ങൾ 30% കമ്മീഷൻ വാങ്ങിയില്ലേ? അതിൽ നിന്നൊരു പങ്ക് എനിക്ക് തരണമെന്നാ പറഞ്ഞത്. മേഡം, നിങ്ങൾ വാക്ക് പാലിക്കണം. ഞാനിപ്പോ ഒരു 50,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാം. 50,000 രൂപയോ? അതൊന്നും പറ്റില്ല. മോശം. എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിനെ ഞാൻ ചതിച്ചത്. ഉള്ള കള്ളത്തരം മുഴുവൻ പറഞ്ഞിട്ടാ അവൻ ഈ പൈസ ഇതിലിട്ടത്. 2 ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടണം. എന്നാലേ ഞാൻ കഷ്ടപ്പെട്ടതിന് കാര്യം ഉണ്ടാവൂ. മോശം. ഞാനിപ്പോ 1 ലക്ഷം രൂപ തരാം. 1 പക്ഷേ ലക്ഷം ഉള്ളൂ? എനിക്ക് ഇനി ഇതുപോലത്തെ വർക്കൊക്കെ പിടിച്ച് തരണം. അത് ഞാൻ ഏറ്റു. പക്ഷേ പൈസ എനിക്ക് റെഡിക്ക് തരണം. ശരി. ഈ മാസം ഭയങ്കര സാമ്പത്തിക ടൈറ്റടി. അല്ല, കഴിഞ്ഞ മാസം ഒരു ഉടായ്പ കമ്പനിയിൽ കൊണ്ട് പൈസ നിക്ഷേപിച്ചിട്ട് എന്തായി? അവരിൽ നിന്ന് വല്ല പലിശയും കിട്ടിയോ? ഉടായ്പ കമ്പനിയല്ല, UC കമ്പനി. പലിശ എല്ലാ മാസവും 10-ാം തീയതി നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന പറയുന്നേ. എന്നിട്ടിപ്പോ ഈ മാസം 25 ആയല്ലോ. എന്നിട്ടെന്താ പലിശ വരാത്തേ? അത് വരികയായിരിക്കൂ. നീ ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ? ആ കമ്പനിക്കാരൻ നിങ്ങളെ പറ്റിച്ചു എന്നാ എനിക്ക് തോന്നുന്നേ. ആ കമ്പനിയുടെ പേര് തന്നെ UC കമ്പനി എന്നാ.
എന്ന് വെച്ചാ ഉടായിപ്പ് കമ്പനി. ഓ, നീ നിന്റെ കരിനാക്കോട്ട് ഒന്നും പറയല്ലേ. പറയുന്നതാ കുറ്റം. ഹലോ, ആ പറയൂ സാർ. പക്ഷേ കസ്റ്റമേഴ്സിനോട് നമ്മൾ എന്തു പറയും സാർ? അങ്ങനെ UC കമ്പനി എന്ന ഉടായ്പ കമ്പനി എന്നേക്കുമായി പൊട്ടി. എത്രയോ വിഡ്ഢികളുടെ പൈസ ആവിയായി. ബിറ്റെന്താണെന്നറിയോ? കൂടുതലും മലയാളികളുടെ പണമാ നഷ്ടമായത്. അത്യാർത്ഥി മൂത്ത് പണം നിക്ഷേപിച്ചതല്ലേ, അല്ല, അനുഭവിക്കട്ടെ. എനിക്ക് ഇവരോടൊന്നും സെന്റിമെന്റ്സ് ഇല്ല. സത്യം, ഈ ലോകത്ത് പറ്റിക്കാൻ എളുപ്പമുള്ള ഒരു ജനവിഭാഗമാണ് പ്രബുദ്ധരായ മലയാളികൾ. അതെന്ന് ചോദിക്കാനാണ്. പണ്ട് ആട്, കോഴി, മാഞ്ചിയം എന്ന് പറഞ്ഞ് കുറേ പേരെ പറ്റിച്ചിട്ടുണ്ട്. എന്തിന്? കേരളത്തിൽ എത്രയോ മണിച്ചേനുകൾ വന്നിരിക്കുന്നു. എത്രയോ പേർക്ക് കോടികളാ നഷ്ടപ്പെട്ടത്. കാര്യം UC കമ്പനി ഉടായിപ്പ് കമ്പനി ആയിരുന്നെങ്കിലും ദോഷം പറയരുത്. നമ്മളെ പോലത്തെ ഏജന്റുമാരോട് സത്യസന്ധത കാണിച്ചു. നമ്മുടെ 30% കമ്മീഷൻ കൃത്യമായി അക്കൗണ്ടിൽ എത്തിയിരുന്നു. നമ്മളെ ഒരിക്കലും അവർ പറ്റിച്ചിട്ടില്ല. അത് സത്യം. ഓഹോ, അങ്ങനെ വീട് പണിയാൻ വെച്ചിരുന്ന 20 ലക്ഷം രൂപ അങ്ങ് പോയി കിട്ടി അല്ലേ? വെരി ഗുഡ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. അനീഷേ, നീ എന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുകയാണല്ലേ? അതെ, ഞാൻ സന്തോഷിക്കും. ശോ, നിങ്ങളോട് ആ ഉടായ്പ കമ്പനി പണം നിക്ഷേപിക്കരുതെന്ന് ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞതല്ലേ? എന്നിട്ട് കേട്ടോ? അത് പക്ഷെ ഏതൊരു മാളവിക അവള് കയ്യും കടം കാണിച്ചപ്പോ നിങ്ങൾ ആ വീട് പണിയാൻ വെച്ച പണം മുഴുവൻ കൊടുത്തു. നീ ഇങ്ങനെ ശവത്തു കുത്തല്ലേ. ഐ ആം സോറി. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ എന്താ ചെയ്യാ? ഞാൻ അവര് പറഞ്ഞ് വിശ്വസിച്ചു. എന്തബദ്ധം? നിങ്ങൾ ബോധപൂർവം തന്നെ ഈ മിസ്റ്റേക്ക് ചെയ്ത, അതല്ലേ സത്യം? ഇനി ഞാൻ എന്ത് ചെയ്യും? വീട് പോയി, പൈസ പോയി, എല്ലാം പോയി. ഇപ്പോൾ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തുന്നു, നാട്ടുകാരെന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് മതിയായി. ഒരു ഇന്റർനാഷണൽ കമ്പനി ഇങ്ങനെ പൊട്ടുന്നു ഞാൻ കരുതിയില്ല. നാട്ടുകാരോടൊപ്പം, അച്ഛനോടൊപ്പം. ഇനി നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്തുക? നിനക്കെങ്കിൽ എന്റെ വിഷമം മനസ്സിലാവുന്ന ഞാൻ വിചാരിച്ചു. എനിക്ക് മതിയായി. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. ആ മാളവിയെ കെട്ടിപ്പിടിച്ചിരുന്നോ? ഗുഡ് ബൈ. എടി അനീഷ, എടി നീ ഇത് അനുഭവിക്ക്. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ ഉടായ്പ കമ്പനിയിലൊന്നും തലവെക്കണ്ടെന്ന്. എന്റെ വാക്കിന് നീ വില വെച്ചോ? എന്റെ ഒരു ഉപദേശവും നീ കേട്ടില്ല. ഏതായാലും നന്നായി കിഷച്ച. ഞാൻ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് കഴിഞ്ഞ വായ്പ എടുത്തത് തിരിച്ചടക്കണ്ടേ? അതിന് ഇവന് വല്ല ബോധവും വേണ്ടേ? അതാണ് പ്രശ്നം. വായ്പ എന്ന് പറയുന്നത് എന്റെ ശമ്പളത്തിന്റെ പകുതിയോളം വരും. ആണോ? ഷോ, ഇതിപ്പോ ഒന്നും നടന്നതുമില്ല. എന്റെ വീട് നടന്ന സ്വപ്നവും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാൽ ഇങ്ങനെ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പൈസ ഇട്ടാ പോരായിരുന്നോ? അല്ല, ഇതറിഞ്ഞിട്ട് അനീഷ് എന്ത് പറഞ്ഞു? അവൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറി. കഷ്ടായി പോയി. UC കമ്പനി പൊട്ടി എന്റെ പൈസ പോയിന്ന് കേട്ടപ്പോ അവൾക്ക് ഇനി കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ശമ്പളത്തിന്റെ പകുതിയോളം തിരിച്ചടവ് എന്നൊക്കെ പറയുമ്പോൾ അവക്ക് ദഹിക്കുന്നില്ല. കല്യാണം നമ്മൾ ഉറപ്പിച്ചായിരുന്നില്ലേ? ആ കുട്ടിയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾ ഇതിനൊക്കെ നിരപരാധിയാ. എന്ത് ചെയ്യാനാ? അനുഭവിക്കന്നെ. നല്ലൊരു കുട്ടിയായിരുന്നു അനീഷ. എന്നാലും നീ വലിയ അബദ്ധാടാ കാണിച്ചത്. മുമ്പ് ആ കമ്പനിയിൽ പൈസ നിക്ഷേപിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായ പൈസ കിട്ടിയെന്നല്ല പറഞ്ഞ്? കിട്ടിയിരുന്നില്ലേ? എനിക്ക് പൈസ കിട്ടിയിരുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ 1 ലക്ഷം കൂടി പോയി. നിങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഞാൻ അതിൽ നിക്ഷേപിച്ചു. എന്നിട്ടിപ്പോ എനിക്ക് പൈസ പോയി. പലിശ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് സത്യ. പക്ഷേ ആ കമ്പനി ഇങ്ങനെ പൊട്ടൂന്ന് ഞാൻ വിചാരിച്ചില്ലടാ. എന്താ അടുത്ത പരിപാടി? നമുക്കെന്തെങ്കിലും ജോലി വേണ്ടേ? ഉണ്ടല്ലോ, അവർ പുതിയ കമ്പനി തുടങ്ങുന്നുണ്ടോ? അവർ ചൈനയുടെയും ഇംഗ്ലണ്ടിന്റെയും പേരിൽ പുതിയ കമ്പനി തുടങ്ങുന്നു. ഓഹോ, വെരി ഗുഡ്. നമുക്ക് വീണ്ടും കാണാം. ചൈനന്റെ ഒക്കെ പേരിലാണ് അത് ഉറപ്പല്ലേ നമ്മുടെ പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നത്. നിങ്ങളുടെ UC കമ്പനി പൊട്ടിന്ന് കേട്ടു, ശരിയാണോ? ശരിയാണ്. അതങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞാൻ ആ കമ്പനിക്കെതിരെ കേസ് കൊടുക്കും. ഒരു അമേരിക്കൻ കമ്പനിക്കെതിരെ കേസ് കൊടുക്കും. ഇയാള് ന്യൂയോർക്ക് പോയി കേസ് കൊടുക്കും. കേസ് കൊടുക്കണമെങ്കിലേ ന്യൂയോർക്കിൽ പോണ്ടി വരും. അമേരിക്കൻ കമ്പനിയാ. മാത്രവുമല്ല, വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് വരുമാനം.
അത് നിങ്ങളെ ബോണ്ടിൽ എഴുതിയിട്ടുണ്ട് ബായ്. ബോണ്ടൊന്നും വായിക്കാതെയാണോ ഒപ്പിട്ടത്? ശ്ശെ. വിപണിയിൽ നഷ്ടം വന്നു, ഞങ്ങൾക്കാർക്കും ഉത്തരവാദിത്തം ഇല്ല. അത്രേ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് ആർക്കും ഇതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല? ഇല്ല, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. കാരണം ഞങ്ങളാരും ആ ബോണ്ടിൽ സൈൻ ചെയ്തിട്ടില്ല. അന്ന് എന്നെ ചേർത്താൻ വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞ്? ഇനിയെങ്കിലും നിക്ഷേപം നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ബൈ. അത് തന്നെ. ഗുഡ് ബൈ. നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഓ കാണാം. എന്തായാലും ഞാൻ കേസിന് പോകും. ഇവനൊക്കെ നമ്മളെ എന്ത് ചെയ്യാനാ? അനീഷേ, മോനെ മോനെ അനീഷേ, മോനെ നീ, ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞല്ലായിരുന്നോ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോ? മോനെ നീ എന്നെ വിട്ടു പോയോ? മോനെ